രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 2 വർഷത്തേക്കുള്ള ഹാൻഡ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. സന്തൂർ, ലക്സ് അങ്ങനെയുള്ള ഇതേപോലെയുള്ള സോപ്പുകൾ യൂസ് ചെയ്യാം. പിന്നെ ഒരു ബോട്ടിൽ ഗ്ലിസറിൻ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഒരു വേസ്റ്റ് പ്ലേറ്റ്, ഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു സംഭവം വേണം. പഴയത് എടുത്താൽ മതി, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലിട്ടുവേ. ഒരു പഴയ പാത്രം എടുത്താൽ മതി. എന്നാൽ പഴയ പാത്രത്തിലാവും നമ്മൾ സോപ്പാണല്ലോ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ വേറെ ഇനി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആ സോപ്പിൻ്റെ ഒരു സ്മെല്ല് വരണ്ടെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ പഴയ പാത്രങ്ങൾ മാത്രം ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഗ്യാസിൻ്റെ മേലെ വയ്ക്കുക. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച സോപ്പ് ഇട്ട് കൊടുക്കാം. സോപ്പ് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നവരെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് 2 സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുക. രണ്ട് സ്പൂൺ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 hours അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഹാൻഡ് വാഷിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഇങ്ങനെയാണ്. കുറച്ച് ഹാർഡായിട്ടിരിക്കും. നമ്മൾ അതിനെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഹാൻഡ് വാഷ് ആക്കി എടുക്കണം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്താൽ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ വരും. അപ്പം ഞാൻ ഹാൻഡ് വാഷ് ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഇത്രയും ബോട്ടിൽ നിറയ്ക്കാനായിട്ട് എനിക്ക് ഹാൻഡ് വാഷ് കിട്ടി. ഹാൻഡ് വാഷ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പതയുന്നുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. നല്ലതായിട്ട് പതിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ? ഓക്കെ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.